ഹായ് ഫ്രണ്ട്സ്, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി നോക്കാം. ഇതേ ചന്ദ്രയെ നോക്ക്, ഏതോ വലിയ സാമിയാണെന്ന് തോന്നുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിക്കുന്നത് കണ്ടില്ലേ? നമുക്കും ചെന്ന് കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാം, ബാമ പറയാണ് ചന്ദ്രയോട്. അത് വേണോ ബാമേ? നമ്മളെന്തിനാ കാലി തൊട്ട് വന്നിക്കുന്നേ? ഇടി പുണ്യം കിട്ടും. വെറുതെ ആണോ അദ്ദേഹത്തിൻ്റെ കാല് ആൾക്കാർ തൊട്ട് വന്നിക്കുന്നേ? നീ വാ. അപ്പോഴേക്കും അമ്മയെ കൊണ്ടാക്കിയിട്ട് അച്ഛനും അവിടെ എത്തി. അവിടുന്ന് തൊഴുകയാണ് എല്ലാ സ്ഥലത്തും പോയിട്ട്. അമ്മ ചന്ദ്രയെ തള്ളിവിട്ടിട്ട് പറയാണ്, പോ പോ, ഞാൻ വരാം. അവർക്കൊരു ഭയം. എന്നിട്ട് വീണ്ടും ബാമ പറയാണ്, പോ. അപ്പോൾ അവർ ഈശ്വര എന്ന് വിളിച്ച് പോവുകയാണ്. ചന്ദ്ര പോയി അവരുടെ കാല് തൊട്ട് വന്നിച്ച്. അതിനുശേഷം മുഖം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. അവർ തിരിഞ്ഞപ്പോൾ ചന്ദ്രയെയും കണ്ടു. അവരും ഞെട്ടി. ചന്ദ്ര പറയാണ്, ബാമേ ഓടിക്കോ. അയാൾ വിളിക്കുകയാണ്, ഏയ് ചന്ദ്രേ. അയാൾ എണീറ്റു. ഇങ്ങോട്ട് എന്താണ് നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്രയെ ബാമയുടെ കൈ പിടിച്ച് ഓടുകയാണ്. അയാളും ഉരുളലൊക്കെ നിർത്തിയിട്ട് എണീറ്റു. എന്നിട്ട് ചന്ദ്രേ ചന്ദ്രേ എന്ന് വിളിച്ച് പിന്നാലെ പോവുകയാണ്. അപ്പോഴേക്കും സച്ചിയും രേവതിയും അവിടെ എത്തി. എന്നിട്ട് സച്ചി പറയാണ്, ഇയാളിതെവിടെ പോയി? അപ്പോൾ ചന്ദ്ര പറയാണ്, സോറി രേവതി പറയാണ്, വന്ന് കാണില്ല. ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം വരാതിരിക്കില്ല. ഇന്നത്തെ ദിവസം ജീവനുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്നിരിക്കും. നീ വാ, നമുക്ക് നോക്കാം. ആമ ഓട്ടം നിർത്തിയിട്ട് ചോദിക്കാണ്, ചന്ദ്രേ നീ എന്തിനാ ഇപ്പം എന്നെ പിടിച്ചുകൊണ്ട് ഓടിയത്? അയാൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല, ഏതോ സാമിയല്ലേ? സാമിയ? ആസാമി എന്തിനാ ഇവിടെ വന്ന് ശ്യാന പ്രദക്ഷിണം നടത്തുന്നത്? ഓ, ഈ ക്ഷേത്രത്തിൻ്റെ പേര് ആസാമിലും എത്തിയോ? ഇതിൻ്റെ തലമണ്ടയ്ക്ക് ഞാനൊന്ന് തന്നാലുണ്ടല്ലോ. എടി, നമ്മൾ ആധാരം പണയം വെച്ച ഫിനാൻസറാ അത്. അയ്യോ, അയാളായിരുന്നോ? അതെ, ഞാൻ ഈ മാസത്തെ പൈസ അടച്ചിട്ടില്ല, പലിശ. എൻ്റെ കയ്യിലാണെങ്കിൽ കാശും ഇല്ല. അയാൾ ചോദിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നാണം കെടുത്തില്ലേ അയാൾ? അപ്പോഴാണ് അവരുടെ കണ്ണിൽ രവിയേട്ടനെ പെട്ടത്. എന്നിട്ട് പറയാണ് ബാമയോട്, ഇതേ നോക്ക്, രവിയേട്ടൻ വന്നു. രവിയേട്ടൻ്റെ മുന്നിൽ വന്ന് ഫിനാൻസറി കാശിന് ചോദിച്ചാൽ ഞാൻ പേടും ബാമേ. താരം പണയപ്പെടുത്തിയ വിവരം രവിയേട്ടൻ അറിഞ്ഞാൽ എല്ലാം തീർന്നു. ചന്ദ്രേ നീ ഭയപ്പെടാതെ, രവിയേട്ടനൊന്നും അറിയാൻ പോകുന്നില്ല. ശയന പ്രദക്ഷിണം നടത്തുന്നത് കൊണ്ട് ഫിനാൻസർ ഉടനെ ഒന്നും എണീറ്റ് വരില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. ഇല്ലല്ലോ അല്ലേ? വരില്ലെന്നേ. ഈശ്വര എന്ന് വിളിക്കുമ്പോഴേക്കും അയാൾ അവിടെ എത്തി. അയ്യോ, അയാളാ എന്ന് പറഞ്ഞ് ചന്ദ്ര ബാമയുടെ കൈ പിടിച്ച് ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ബാമ പറയാണ്, ചന്ദ്ര നീ പേടിക്കാതെ, നീ ഓടാതിരിക്കേ. നമുക്ക് അയാളോട് സംസാരിക്കാം. എന്ത് സംസാരിക്കാമെന്ന്? നീ വിട്ടേ. അയാൾ കണ്ട് അയാൾ വിളിക്കുകയാണ്. അപ്പോൾ ബാമ പറയാണ്, ചന്ദ്രേ നീ പോകല്ല. ചന്ദ്ര അവിടെ നിന്ന് ബാമ ഓടി. എന്താ ബാമ ഇത്? അവരെന്നെ കണ്ടപ്പോൾ ഓടുന്ന കണ്ടില്ലേ? ആണോ ഇല്ലേ അവർക്ക്? ദേ, താൻ പറഞ്ഞിട്ട് അവർക്ക് ഞാൻ കാശ് കൊടുത്തത്. ഈ മാസത്തെ പലിശ അടക്കേണ്ട സമയം കഴിഞ്ഞു. ഫസ്റ്റത്തെ അടവ് തന്നെ ഇങ്ങനെ ആയാലോ? അത് പിന്നെ തരും, പലിശ തരും. എപ്പോൾ തരും? ബാമേ, നീയാണ് ജാമ്യത്തിൽ ഒപ്പിട്ടത്, നീയും കൊടുക്കും. നിനക്കറിയാലോ എന്നെ കബളിപ്പിച്ച് ഏതുവരെ ഓടും രണ്ടുപേരും. അവളുടെ ഭർത്താവും മക്കളും മരുമക്കളും ഒന്നും അറിയാതെയാ അവൾ ആധാരം പണയപ്പെടുത്തിയത്. ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രശ്നമുണ്ടാക്കി അയാളെ ഒന്നും അറിയിക്കരുത്. അത് ശരി, അപ്പോൾ വീട്ടിലറിയാതെയാണ് ആധാരം പണയപ്പെടുത്തിയത് അല്ലേ? അത് തെറ്റാണ്. ഞാൻ പലിശയ്ക്ക് പണം കടകൊടുക്കുന്നവനാണെങ്കിലും നേർവഴി വിട്ട് കളിക്കില്ല. അതറിയാം. നാളെ അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ ഞാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. നാളെ അവരുടെ ഭർത്താവും മക്കളും ഓഫീസിൽ വന്ന് ഒപ്പിടണം. ഈ മാസത്തെ പലിശയും തരണം. അയ്യോ, അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ബാമേ, നീ പോയി ചന്ദ്രമതിയെ കൂട്ടിക്കൊണ്ടുവാ. ചെല്ല്. ചന്ദ്രയെ അന്വേഷിച്ച് വരികയാണ് ബാമ. ചന്ദ്രേ ഇവളിതെവിടെ പോയി? ചന്ദ്രേ ഒടുക്കം കണ്ടു. എടി ചന്ദ്ര, ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട കാര്യം എന്താ? നീ ഇങ്ങോട്ട് വന്നേ. ആമേ, അയാൾ എന്താ പറഞ്ഞേ? അയാൾ പോയോ? അത് നീ വാ ചന്ദ്രേ. ചെയ്യുമ്പോഴേക്കും അയാൾ മുമ്പിലെത്തി. ഞാൻ ഇവളെയും കൂട്ടി വരികയായിരുന്നു സ്വാമി. അല്ല, നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നേ? എന്താ ചന്ദ്രേ, നീ എന്നെ കളിപ്പിക്കുക? അയ്യോ, അങ്ങനെയൊന്നുമില്ല. വീട്ടുകാരറിയാതെയാണ് ആധാരം പണയപ്പെടുത്തിയത് അല്ലേ? അല്ല, അവരെന്തിനറിയണം? വീട് എൻ്റെ പേരിലായിരിക്കുന്നേ. എൻ്റെ ഭർത്താവിൻ്റെ പേര് വെറുതെ അതിലെഴുതിയതാ. എന്നോട് വിളച്ചിലെടുക്കല്ലേ. ഭർത്താവിനെയും മക്കളെയും കൂട്ടി എൻ്റെ ഓഫീസിൽ വരണം. എല്ലാവരും ഒപ്പിടണം. അത് കേട്ടപ്പോൾ ചന്ദ്ര ഒന്ന് ഞെട്ടി. പിന്നീട് അതിലൊരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ മതി. എനിക്ക് കിട്ടാനുള്ളത് കിട്ടാൻ വൈകും. കോടതി കയറി ഇറങ്ങണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവരെയും കൂട്ടി വന്ന് ഒപ്പിടിക്ക്. അത് പിന്നെ എന്താ? അവർക്കിന്ന് വരാൻ പറ്റില്ല. എന്നാൽ പിന്നെ നാളെ അവരെയും കൂട്ടി വാ. വരുമ്പോഴേ ഈ മാസത്തെ പലിശയും കൂടി കൊണ്ടുവരണം.
വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. അവിടെ പാ വിരിച്ചിട്ട് കിടക്കും. ബാമേ നിന്റെ വീട്ടിലും വരും. ജാമ്യം നിന്നത് നീയാ. അറിയാലോ എന്നെ. കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ രണ്ടുപേർക്കും നല്ല നഷ്ടമുണ്ടാവും. തെരുവിൽ ഇറങ്ങേണ്ടി വരും. ഭാമ ചന്ദ്രയെയും ചന്ദ്രഭാമയെയും നോക്കുകയാണ്. ഭാമ നിലവിളിക്കാണ് അയാൾ പോയപ്പോൾ. അയ്യോ എൻ്റെ വീട് പോവുമല്ലോ ചന്ദ്രേ. അച്ഛൻ അവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അന്വേഷിക്കുകയാണ്. ഇവരിതെവിടെ പോയി? ഭാമ നിലത്തിരുന്ന് നിലവിളിക്കുകയാണ്. എൻ്റെ വീട് പോയി, എൻ്റെ മാനം പോയി, എൻ്റെ എല്ലാം പോയി, എല്ലാം പോയി. അയ്യോ എൻ്റെ വീട്, അയ്യോ എല്ലാം പോവുമല്ലോ, പോയി, എല്ലാം പോയി. ഭാമ എന്തു പറ്റി? പോയി, എല്ലാം പോയി. ഇനി ഞാൻ തെരുവിൽ ഇറങ്ങേണ്ടി വരുമല്ലോ. അമ്മേ ഒന്ന് മിണ്ടാതിരിക്കേ. എന്തൊക്കെയാ ഇവർ പറയുന്നേ? എന്താ ചന്ദ്രേ, എന്താ പറ്റി ഭാമയ്ക്ക്? പെട്ടെന്ന് ബാധ കയറിയതാ? ബാധ പോയി അല്ലേ അല്ലേ ഭാമേ? അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, നീ കൂടെ ഉണ്ടായിട്ട് ഇവൾക്ക് ബാധ കയറിയെന്നോ? അത് ഭയങ്കര അതിശയാണല്ലോ. വേണ്ട. ഭാമയെ ചന്ദ്രയുടെ ഭാഗത്തേക്ക് വലിച്ചിട്ട് പറയാണ്, ഓക്കെ അല്ലേ? അല്ലേ ഓക്കെ അല്ലേ? ഓക്കെ ആവണം. ഇനി നീ മിണ്ടരുത്. എന്താ എന്താ ചന്ദ്രേ, എന്താ പ്രശ്നം? എന്തൊക്കെയാ നീ പറയുന്നേ? ഒരു പ്രശ്നവും ഇല്ല. എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? വെയില്, ചൂട്. അല്ല രവിയേട്ടൻ തൊഴുതോ? ആ ഞാൻ തൊഴുതു. അല്ല ശ്രുതിയും ഒക്കെ എവിടെ? അവരവിടെ കാണും. ആ എന്താ ആടി ഇത്? വീണ്ടും അവിടെ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും ചന്ദ്രേ? അപ്പോഴേക്കും ഫിനാൻസർ വീണ്ടും അയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ വീണ്ടും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഇരുന്ന് അയാൾ പറയാണ്, സാറേ ഇനി 2 പേര് കൂടിയുണ്ട്. സാർ ഞാൻ മോഹനൻ, പച്ചക്കറിക്കടയിലെ. വാങ്ങിച്ചോ. അപ്പോഴേക്കും സച്ചിയും രേവതിയും അവിടെ എത്തി. എന്നിട്ട് സച്ചി പറയാണ് രേവതിയോട്, ദേ അതാ ആള്. അവർ ഡീൽ നടത്താണ്. സാറേ ഒരു 3000 രൂപയുടെ കുറവുണ്ട്. സാറില്ല, അത് അടുത്ത മാസം തന്നാൽ മതി. നീ ചെന്ന് കാശ് കൊടുക്ക്. അല്ലേ? അവള് പകുതിക്കത്തിരുന്ന് വീണ്ടും തിരിച്ചു പോയിട്ട് പറയാം, അല്ല നിങ്ങൾ എവിടെ പോയെന്നാ പറയണ്ടേ? എവിടെയെങ്കിലും പോയിന്ന് പറ. നേരത്തെ ഒരു സ്ഥലം പറഞ്ഞിരുന്നല്ലോ, അത് ഞാൻ മറന്നു. അത് മൈസൂർ പോയിന്ന് പറ. മൈസൂര്. മൈസൂര്. അല്ല എത്ര ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറയണോ? നിന്നെ ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറ. 3-4 ദിവസം കഴിഞ്ഞേ മൈസൂരിൽ നിന്ന് വരത്തുള്ളൂ. പിന്നെ ഒന്നും മിണ്ടാതിരിക്കും, നിന്നെ കൊണ്ട് തോറ്റു. നീ ഇത് കൊളാക്കൊന്ന എനിക്ക് തോന്നുന്നേ. വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു. അതെങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞ് വേറെ ആളെ കൂട്ടിയിട്ട് വരുന്നേ? ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ. ഇതാ ഈ താലി നോക്ക്. എൻ്റെ പൊന്നു രേവതി, നീ ചെന്ന് ആ കാശൊന്ന് അയാൾക്ക് കൊണ്ടു കൊടുക്ക്. ഒരു പതർച്ചയില്ലാതെ ഞാൻ കാശ് കൊടുത്തിട്ട് വരും, നിങ്ങൾ കണ്ടോ. എത്തി. എന്നിട്ട് പറയാണ്, സാർ നമസ്കാരം സാർ. ആരാത്? ഇതുവരെ കേൾക്കാത്ത ശബ്ദമാണല്ലോ. ഞാൻ രേവതി, സച്ചിയുടെ ഭാര്യ. ഡ്രൈവർ സച്ചിയുടെ ഭാര്യയാണോ? അതെ. ഞാൻ കാറിൻ്റെ വാടക കാശ് തരാൻ വേണ്ടി വന്നതാ. സച്ചി കുറവുണ്ട്, അതൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് തരാം. അതെന്താ നീ കാശുമായിട്ട് വന്നേ? സച്ചി എവിടെ? അദ്ദേഹം മൈസൂർ പോയിരിക്കാം ട്രിപ്പ്. കാശ് വാങ്ങിച്ചോ. ദാ. ആശ്വാസം. സച്ചി ഇവിടുന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അയാൾ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ സച്ചിയെ കണ്ടു. പറയാണ്, ശരി സാർ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, മൈസൂർ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണോ? അല്ല. സാറെന്താ അങ്ങനെ ചോദിച്ചേ? മൈസൂർ പോയവൻ അവിടെ നിൽക്കുന്നു. ഒടുവിൽ ഫിനാൻസർ വിളിച്ചു, എടാ സച്ചി നീ ഇങ്ങ് വന്നേ, ഓടാൻ പോവാണ്. അപ്പോൾ ഇങ്ങോട്ട് വാടാ, പിന്നെ ഞാൻ കണ്ടു. നമസ്കാരം സാർ. അതങ്ങ് വെച്ചാൽ മതി. ഞാൻ നിൽക്കുന്നിടത്തേക്ക് നോക്കിയല്ലേ, അതല്ലേ സാറ് കണ്ടത്. നിങ്ങൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വന്ന് നിന്നാൽ ഞാനെന്ത് ചെയ്യാനാ? കൂടെ കൂട്ടിയത്. അപ്പോൾ സാറ് പറയണം, നിർത്ത്, നിങ്ങളുടെ വഴക്കൊക്കെ അങ്ങ് വീട്ടിൽ മതി. നീ എന്താ മുഴുവൻ കാശും തരാഞ്ഞേ? കള്ളം പറഞ്ഞ് ആരുടെ കയ്യിൽ കൊടുത്തു വിട്ടത് എന്തിനാ? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പറയാണ്, സാറേ ഓട്ടം കുറവാ, ആകെ കിട്ടിയത് ഇതാ കയ്യിലുണ്ടായിരുന്നത്. ആവുമ്പോൾ മതി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കി കാശ് എപ്പോൾ തരൂ? അവധി പറയണം. അല്ല അതുവഴി വന്ന ഭാമയും ചന്ദ്രയും അവരെ ശ്രദ്ധിച്ചു. അതായത് സച്ചിയും രേവതിയും ഫിനാൻസിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ 2 പേരും അടുത്തടുത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്, ഫിനാൻസറും സച്ചിയും. അപ്പോൾ അവർക്കൊരു സംശയം തോന്നി, സച്ചിയോട് ഫിനാൻസർ ഈ എല്ലാ കാര്യവും പറയുന്നതാണോ എന്ന്. ഇവരെപ്പോൾ വന്നു? ചന്ദ്ര പറയാണ്, ഫിനാൻസറും സച്ചിയും തമ്മിൽ എന്താ സംസാരിക്കുന്നേ?
ഞാൻ ആധാരം പണയപ്പെടുത്തിയതിനെ കുറിച്ചായിരിക്കുമോ? ആവില്ല ചന്ദ്രേ. അതെ, അത് തന്നെയാ സംസാരിക്കുന്നത്. ഞാൻ ആധാരം പണയപ്പെടുത്തിയത് അയാൾ സച്ചിയോട് പറഞ്ഞു. സത്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു. ഇന്ന് അവൻ വീട്ടിൽ വന്ന് വീട്ടിന് തീ വെക്കും, എന്നെ അതിൽ തള്ളിയിടും. ഓരോന്ന് വിളിച്ച് പറയല്ലേ ചന്ദ്രേ. നീ ആയിട്ട് അവരെ അറിയിക്കാതിരുന്നാൽ മതി. വന്നേ, ഇവിടുന്ന് പോകുന്നത് നല്ലത്. നീ വന്നേ, വാ. ഇവിടുന്ന് ബാമയും ചന്ദ്രയും പോയി. അപ്പോൾ സച്ചി ഫിനാൻസിനോട് പറയാണ്, എന്നാൽ പിന്നെ ഞാൻ പോവാ, ഓഫീസിൽ വന്ന് കണ്ടോളാം. ബാക്കിയുമായിട്ട് വരണം. വരാം. ചന്ദ്ര ഒരുമാതിരി രീതിയിലാണ് സംസാരിക്കുന്നത്. പനി വരും, എനിക്കിന്ന് പനി വരും, ഉറപ്പാ. അത്ര മാത്രം പേടിച്ചിട്ടുണ്ട് ഞാൻ. ആധാരം പണയപ്പെടുത്തിയത് രവിയേട്ടനെങ്ങാനും അറിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ എന്നെ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് ഓഫീസിലേക്ക് ചെല്ലാനല്ലേ ഫിനാൻസർ പറഞ്ഞത്. പൈസ മുഴുവൻ കൊടുത്തില്ലെങ്കിൽ വീട്ടിലേക്ക് വരുമെന്നും പറഞ്ഞു. എന്ത് ചെയ്യും ബാമേ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സച്ചിയും ഫിനാൻസറും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടല്ലോ. ഞാൻ ആധാരം പണയപ്പെടുത്തിയതിനെ കുറിച്ചായിരിക്കുമോ നിങ്ങൾ സച്ചിയോട് പറഞ്ഞത്? അപ്പം ബാമ ചോദിക്കുകയാണ്, സച്ചി നിന്റെ മകനാണെന്ന് അയാൾക്കറിയോ? അറിയായിരിക്കും. ആധാരം പണയപ്പെടുത്തിയ കാര്യം സച്ചി എങ്ങാനും അറിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഫിനാൻസറും സച്ചിയും തമ്മിൽ എന്തെങ്കിലും പരിചയം കാണും. ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ടു, സംസാരിച്ചു, അത്രയേ ഉണ്ടാവും. ഈ ആധാരം പണയപ്പെടുത്തിയതിനെ കുറിച്ചായിരിക്കില്ല അവർ സംസാരിച്ചത്. ഇല്ലെങ്കിൽ അവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാട് കാണും. കടം വാങ്ങിയ കാശ് കൊടുക്കാൻ വന്നതായിക്കൂടെ? എനിക്ക് സംശയമുണ്ട് മാമേ, സച്ചി എല്ലാം അറിഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ വീട്ടിലൊന്ന് വരണം. പൂ കെട്ടുന്നവളോട് തന്ത്രപൂർവ്വം ഒന്ന് സംസാരിച്ചിട്ട് സച്ചി എല്ലാം അറിഞ്ഞോന്ന് മനസ്സിലാക്കണം. അവൾ സച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് വന്നിട്ട് വിളിച്ചത്. ചന്ദ്രേ, നിങ്ങളെന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? വെറുതെ ആളെ പേടിപ്പിക്കുക. പതിയെ വിളിച്ചാൽ പോരെ? ഞാൻ പതിയല്ലേ വിളിച്ചത്. നിനക്കിതെന്താ പറ്റിയേ? വേർക്കുന്നുണ്ടല്ലോ. ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു തെളിച്ചുണ്ടാവും, പക്ഷേ നിന്റെ മുഖത്ത് അത് കാണുന്നില്ല. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ മുമ്പിൽ പെട്ടുപോയ ആളെപ്പോലെയാ നീ. എന്തോ ഒരു ഭയമുള്ളതുപോലെ. ആ ബസ് ഓടിച്ചുകൊണ്ട് വന്ന് എൻ്റെ മേലെയും ഇടിക്ക്. എപ്പം നോക്കിയാൽ ബസ് ബസ് ബസ്. എനിക്കെന്തിനാ ഭയം? 2 ദിവസം കല്യാണം നടത്താനായിട്ട് ഓടി നടന്നില്ലേ? അതിൻ്റെ ക്ഷീണം ഉണ്ടാവും മുഖത്ത്. പിന്നെ ഓടി നടന്ന് ജോലി ചെയ്തത് രേവതിയല്ലേ? അതെടുക്ക് എന്നൊക്കെ പറഞ്ഞതല്ലേ ഉള്ളൂ നീ. എന്നിട്ടും ക്ഷീണോ? അല്ല, എന്തോ പ്രശ്നം ഉണ്ടല്ലോ നിനക്ക്. എനിക്കൊരു പ്രശ്നവും ഇല്ല. നീ വന്നേ മാമേ. എന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതി ചോദിക്കാണ്, ഇഷ്ടമായ അമ്പലം? എത്തി. അപ്പോഴേക്കും ബാമയും ചന്ദ്രയും അവിടെ എത്തി. കാറ് ബുക്ക് ചെയ്യും മോനെ, നമുക്ക് പോകാം. ബുക്ക് ചെയ്തിട്ടുണ്ട് ആൻറ്റി, ഇപ്പോൾ എത്തും. ഞങ്ങളെ തൊഴുതിറങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? അമ്മയും ആൻറ്റിയും പോയിട്ട് എത്ര നേരമായി? അപ്പോൾ ബാമ പറയാണ്, ദൈവത്തോട് പറയേണ്ടത് പറഞ്ഞ് തീരണ്ടേ? ചന്ദ്രേ, അമ്മേ നമുക്ക് അങ്ങോട്ട് നിൽക്കാം. അച്ഛൻ പുറകിൽ കൂടി വരികയാണ്. പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. സച്ചിയുടെ കൂട്ടുകാരൻ പിന്നെ സച്ചിയോട് ചോദിക്കണം, അപ്പം നീയും ഫിനാൻസിനെ കാണാൻ ക്യാഷ് കൊടുക്കാണ്ടായിട്ട് കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയല്ലേ? പിന്നെ എന്താടാ വേണ്ടേ? മുഴുവൻ കാശും എൻ്റെ കയ്യിൽ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് രേവതിയും കൂട്ടിപ്പോയത്. ആകെ നാണം കെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെ കടം വീട്ടു എന്ന് ഒരു നിശ്ചയമില്ലടാ. ഇപ്പം തന്നെ ഇതേ സമയം 1 മണിയായി. ഓട്ടം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒട്ടുമിക്ക വീടുകളിലും കാറുണ്ട്. ഇപ്പോൾ തക്കാളി വാങ്ങുന്നതിനേക്കാൾ ഈസി ആയിട്ട് കാറ് വാങ്ങിക്കാം. ബാങ്കുകാർ ഇഷ്ടം പോലെ ലോൺ കൊടുക്കുകയല്ലേ, എല്ലാവർക്കും കാറുണ്ട്. പിന്നെ നമുക്കെങ്ങനെ ഓട്ടം കിട്ടും? കാറിൻ്റെ വാടക കൊടുക്കണം, ഡ്യൂ കെട്ടണം, മുഴുവൻ കാശും തരണമെന്ന് പറഞ്ഞിരിക്കുക ഫിനാൻസർ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക്. വീടടാ, ഒരു നാളെല്ലാം ശരിയാവും. അപ്പോഴാണ് അവിടെ 2 പേര് സ്കൂട്ടറിൽ വന്നിട്ട് ബ്രേക്ക് ഇട്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി നിന്നുപോയി. അപ്പോൾ മറ്റേയാൾ ചോദിക്കുന്നു, എന്തായടാ സ്റ്റാർട്ട് ആവുന്നില്ലടാ? പെട്രോൾ അടിച്ചില്ലേ? ഫുൾ ടാങ്കാ? സച്ചിയുടെ കൂട്ടുകാരൻ സച്ചിയെ വിളിച്ചു. എടാ സച്ചി, ഇങ്ങു വാ. അവര്. സച്ചി ചോദിക്കാണ്, ആര്? എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചത് അവന്മാരാ? എന്ന് വിളിച്ച് സച്ചി ഓടിപ്പോയി അവരുടെ അടുത്തേക്ക്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.